മുഖ്യമന്ത്രി പ്രഖ്യാപനം ജനഹിതം അറിഞ്ഞായിരിക്കുമോ ജനവികാരം മാനിച്ചായിരിക്കുമോ എന്നുള്ളതാണ്. ജനവികാരം മാനിക്കുന്ന അല്ലെങ്കിൽ അളക്കുന്ന എന്തെങ്കിലും മെഷീൻ തിരഞ്ഞെടുപ്പല്ലാതെ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി തെരഞ്ഞെടുപ്പുകൾ ജനവിധി യഥാർത്ഥത്തിൽ പ്രതിഫലിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഡിബേറ്റ് ചെയ്യാവുന്ന പോയിന്റാണ്. വലിയ രാഷ്ട്രീയ ചോദ്യമാണ്. ജനവികാരം നിങ്ങൾ അളക്കുന്നത് എങ്ങനെയാണ്? തെരുവിലിറങ്ങുന്ന മനുഷ്യരുടെ എണ്ണം കണ്ടുകൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ പറയുന്ന കോൺഗ്രസ്സുകാരെക്കാൾ കൂടുതൽ ആളുകളെ ഇറക്കാൻ CPM പറ്റും. ഈ പറയുന്ന VD സതീശൻ്റെ പക്ഷത്തേക്കാൾ കൂടുതൽ ആളുകളെ ഇറക്കാൻ V മുരളീധര പക്ഷത്തിന് കഴിയും. അപ്പോൾ ജനവികാരം എന്നുള്ളത് വയ്ക്കുന്ന ഫ്ലെക്സിൻ്റെ എണ്ണം നോക്കിയും നിങ്ങളടിക്കുന്ന സ്പ്രേ പെയിൻറ്റിലെ കാലിയായ കുപ്പിയുടെ എണ്ണം നോക്കിയും അളക്കാനുള്ളതാണെന്ന് ധരിച്ചു വച്ചിരിക്കുന്നവർക്ക് നമോഭാഗം. അങ്ങനെയല്ല. നമ്മുടെ ഇതൊരു പ്രത്യക്ഷ ജനാധിപത്യ സംവിധാനമേ അല്ല. നമ്മുടെ ഇതൊരു പ്രാതിനിധ്യ ജനാധിപത്യ സംവിധാനം. നമ്മളുടെ ഇതൊരു ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. അതനുസരിച്ച് ജനപ്രതിനിധികളാണ് നമ്മളെ ഭരിക്കുന്നത്. വൺസ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ ജനപ്രതിനിധികൾക്കാണ് നമ്മൾ വിട്ടുകൊടുത്തിരിക്കുന്നത്. അവരെ തിരിച്ചു വിളിക്കാനുള്ള റീകോളോ അവരെ റഫറൻഡം ചെയ്യാനുള്ള സംവിധാനമോ ഒന്നും തന്നെ ഇന്ത്യ രാജ്യത്ത് നിലവിലില്ല. അപ്പോൾ തെരുവിലിറങ്ങുന്ന മനുഷ്യരെ കാണുമ്പോൾ പറയുന്നു 10 മനുഷ്യരെ തെരുവിലിറങ്ങുമ്പോൾ അതേ ജനവികാരം എന്ന് പറഞ്ഞു. അങ്ങനെ ജനവികാരം സൃഷ്ടിക്കാനാണെങ്കിൽ KC വേണുഗോപാൽ എന്ന ഒരുപക്ഷെ സംഘടനാ രാഷ്ട്രീയത്തിൽ ഇത്രയധികം കരുത്തനായൊരു നേതാവിന് മണിക്കൂറുകൾ മതി കേരളത്തിലെ 14 DCCകളിലും കേന്ദ്രീകരിച്ച് ജനവികാരം ഉണ്ടാവാൻ. ഈ പറയുന്ന 63 MLA-മാരിൽ 30-40 MLA-മാർ ഒപ്പം നിൽക്കുന്ന ഈ KC വേണുഗോപാലിന് നിമിഷനേരം മതി കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ഇതേപോലെ പന്തം കൊളുത്തി പ്രകടനങ്ങൾ നടത്താൻ. പക്ഷേ KC അത് ചെയ്യാൻ പോയില്ല. അതിൻ്റെ കാരണം അതിൻ്റെ തിരിച്ചടി എന്താകുമെന്നുള്ളത് വളരെ വ്യക്തമായി സംഘടന ചുമതല വഹിക്കുന്ന KCക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ്. തീർന്നില്ല അവിടെയും. രമേശ് ചെന്നിത്തലയെ നമ്മളെന്താ രമേശ് ചെന്നിത്തല മൗനമായിരിക്കുന്ന ജനവികാരം ഇല്ലാത്തത് കൊണ്ടാണോ? ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇപ്പോൾ ഈ പാർലമെൻ്ററി പാർട്ടിയിൽ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. രമേശ് ചെന്നിത്തല വിചാരിച്ചാൽ ആലപ്പുഴയിലെ ഹരിപ്പാട് ഒന്നും സംഭവിക്കില്ലേ? ജനവികാരം ഫ്ലെക്സായിട്ടും പൊതുപ്രകടനമായിട്ടും ഒന്നും ഇറങ്ങില്ലേ? കേരളത്തിലെ യൂത്ത് കോൺഗ്രസിലെ ഒരു നല്ല വിഭാഗം രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുണ്ട്. നല്ല മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ. ആ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങാൻ കഴിയുന്ന മനുഷ്യരുണ്ട്. വേണമെങ്കിൽ ഉയരും ഉടലും കൊടുക്കാൻ ശേഷിയുള്ള മനുഷ്യർ. അതുകൊണ്ട് ജനവികാരം എന്ന് പറയുന്നത് തെരുവിലിറങ്ങുന്ന മനുഷ്യരുടെ എണ്ണം നോക്കിയും വലിച്ചു കീറുന്ന പോസ്റ്ററുകളുടെ എണ്ണം നോക്കിയും എതിർ നേതാവിൻ്റെ മുഖത്തേക്കടിക്കുന്ന സ്പ്രേ പെയിൻറ്റിൻ്റെ കുപ്പികളുടെ എണ്ണം നോക്കിയും തീരുമാനിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആദ്യമായി ജനവികാരം എങ്ങനെ അളക്കുക? അതിവിടുത്തെ MLA-മാരിൽ നിന്ന് അഭിപ്രായം തേടി MLA-മാരുടെ അഭിപ്രായം തേടുക എന്നുള്ളതാണ് ഒരു പാർട്ടി ചെയ്യേണ്ട ആദ്യത്തെ കടമ്പ. അത് ആ നിരീക്ഷകർ വന്നത് ചെയ്തു. വളരെ വൃത്തിയായി ഇത് രേഖപ്പെടുത്തി ദില്ലിയിലെത്തിയില്ല. അതിനു മുമ്പ് ആ നിരീക്ഷകർക്കെതിരെയും അതിൽ രേഖപ്പെടുത്തി MLA-മാർക്കെതിരെയും തെരുവിലിറങ്ങുക. ഇവിടെ ഒരു വിഭാഗം ആളുകൾ ഇവരെന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഒരു പാർട്ടി അങ്ങ് ഹൈജാക്ക് ചെയ്യാൻ കഴിയുമെന്നോ? ഘടകകക്ഷികൾ അടക്കമുള്ളവരിലും ചിലരുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ കൊണ്ട് നിറയുകയാണ്. അതിൽ ഇതുവരെയും അവരുടെ പൊന്നോമനയായിരുന്ന ഷാഫി പറമ്പിലിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ വന്ന് നിറയുക. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ജനാധിപത്യം എന്ന് പറയാൻ കഴിയുക? MLA-മാരല്ലേ ഈ കാര്യത്തിൽ അവരുടെ പാർലമെൻ്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കേണ്ടത്? ശരി, MLA-മാരെ മാനിപ്പുലേറ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷന്മാരെ വിളിച്ചുകൂടി ചോദിച്ചു, മുതിർന്ന നേതാക്കളെ വിളിച്ചു ചോദിച്ചു. അവരെയും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ DCC വിളിച്ചു ചോദിക്കൂ. അവരെയും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെന്താ സംഭവം? ഒരു കോൺഗ്രസിലെ മുഴുവൻ ആളുകൾ, തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ, ഭാരവാഹികൾ, ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവർ, ഇവർ മുഴുവനും ഒരു നേതാവിൻ്റെ പേര് പറയുമ്പോൾ തന്നെ മാനിപ്പുലേഷൻ എന്നാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കൃത്യമായും അതിൽ വിദഗ്ധമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. ഇതെല്ലാം രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. KC വേണുഗോപാൽ അയോഗ്യനാണെന്നും ഞാൻ പറയില്ല. ഭരണഘടന അനുസരിച്ച് KC വേണുഗോപാലിന് 6 മാസം കൂടിയുണ്ട് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വരാൻ. അവിടെ അദ്ദേഹം ആ യോഗ്യത തെളിയിച്ചാൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് തുടരും. KC ആണ് തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് അതാണ്. ഒന്ന്, ജനവികാരം അളക്കുന്ന ഒരു മെഷീനും തിരഞ്ഞെടുപ്പല്ലാതെ മറ്റൊന്നും ഈ നാട്ടിൽ ലെജിറ്റിമേറ്റ് അല്ല, വാലിഡ് അല്ല എന്നുള്ളതാണ്. ഇന്ന് ഹൈക്കമാൻഡ് ഈ തെരുവിലിറങ്ങിയ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ടു പോവുകയാണെങ്കിൽ നാളെ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല ഈ മുഖ്യമന്ത്രിക്ക്. ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. ഇതിൻ്റെ അപ്പുറത്തെ ജനവികാരം തെരുവിൽ പ്രതിഷേധവുമായിട്ട് ഇറങ്ങും എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കും. ഇതിൻ്റെ അനന്തരഫലം എന്താണെന്നറിയാമോ? KC വേണുഗോപാലിന് സംഘി ചാർത്തി കൊടുത്തു. VD സതീശൻ്റെ ആണെങ്കിൽ ഒരു ഭാഗത്ത് ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണയുള്ള നേതാവെന്ന പ്രതിച്ഛായ ചാർത്തി കൊടുത്തു. ഇതാണ് ഈ തെരഞ്ഞെടുപ്പ് സംഘിച്ചാപ്പയാണ്. എത്ര കാലം ഈ സംഘിച്ചാപ്പയുമായിട്ട് നടക്കും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബഹളങ്ങളുടെ അനന്തരഫലം എന്ന് പറയുന്നത് കോൺഗ്രസിൽ ഇന്നുവരെ ഇല്ലാത്ത സെക്കുലറായ നേതാക്കൾ തന്നെയാണ് KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും. അവരുടെ സെക്കുലർ ക്രെഡൻഷ്യൽസിനെ അവരുടെ തന്നെ അണികൾ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന വിവാദങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഫലം. ആരുണ്ടാക്കി? ഏത് നേതാവാണ് ആദ്യം പറഞ്ഞത്? കേരളത്തിൽ ഈ വെടിപൊട്ടിക്കുന്നത് ഏത് നേതാവാ? ആരുടെ കൂടെ ഉണ്ടായിരുന്ന നേതാവാ? എറണാകുളത്തു നിന്നുള്ള ജില്ലാ പ്രസിഡന്റ് അല്ലേ, ഷിയാസ് അല്ലേ ആദ്യമായി പറയുന്നത് തൻ്റെ ജില്ലയിൽ നിന്നുള്ള ആളാവണം മുഖ്യമന്ത്രി എന്ന്?
അത് തീരുമാനിക്കേണ്ടത് CLP അല്ലേ? എങ്ങനെയാണ് ഒരു MLA-ക്ക് മാത്രം അത് തീരുമാനിക്കാൻ കഴിയുക? ആ കാര്യങ്ങൾ അവിടെ മുതൽ തുടങ്ങിയത്. ആദ്യം പറയുന്നത് നമ്മുടെ റിപ്പോർട്ടർ ചോദിക്കുന്നു ജില്ലയിൽ നിന്ന് മുഖ്യമന്ത്രി വേണോ, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഹൈക്കമാൻഡ് ആണല്ലോ തീരുമാനിക്കുക. ഒരു ജില്ലയിൽ നിന്നുള്ള ഒരു മാധ്യമ പ്രവർത്തനം ജില്ലയിൽ നിന്നാണോ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ആഗ്രഹമൊക്കെ ഉണ്ട്, ഹൈക്കമാൻഡ് ആണ് തീരുമാനിക്കുക എന്ന് പറഞ്ഞു. സ്മൃതിയോട് അതെടുക്കുന്നെങ്കിൽ ലീഗിന്റെ നേതാവിനോട് പിന്നെ തങ്ങളോട് ചോദിച്ചല്ലോ ഈ പറഞ്ഞ പിന്നെ വെള്ളപ്പള്ളി VD സതീശനാണല്ലോ ജാഥ നയിച്ചത്. അപ്പോൾ ആ അഭിപ്രായത്തോട് ഞങ്ങളുടെ പിന്നെ അഭിപ്രായം എന്താ വെച്ചോ, അദ്ദേഹം നല്ല ലീഡറാണ്, അദ്ദേഹം പിന്നെ മുന്നോട്ട് വരുന്ന ആർക്കാ സംശയിച്ചോ അത് VD സതീശനുള്ള അനുകൂല നിലപാടായിട്ട് നിങ്ങൾ അങ്ങനെ എടുക്കുക? രണ്ടിടത്ത് എടുക്കാൻ പാടില്ലല്ലോ, രണ്ട് ചോദ്യത്തിന് ഉത്തരവാണ് ഒരേപോലെ എടുക്കാൻ പാടുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞില്ല, അതിനുശേഷം അദ്ദേഹം എടുത്ത നിലപാട് എവിടെയാ പറഞ്ഞത്? VD സതീശൻ അനുകൂലമായി എവിടെയും പറഞ്ഞു. സോണിയാഗാന്ധി ഞങ്ങളുടെ പിന്തുണ VD സതീശനാണെന്നുള്ള കാര്യം തങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് മറ്റൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു നേതാവിന്റെ പേരും ഹൈക്കമാൻഡിന് മുന്നിൽ ലീഗ് നേതാക്കൾ വെച്ചിട്ടില്ല. പകരം ലീഗ് നേതാക്കൾ വെച്ച രണ്ടേ രണ്ട് കാര്യങ്ങൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവരുത്, ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവരുത്, എല്ലാവരുടെയും പിന്തുണയുള്ള ഒരാളായിരിക്കണം. പക്ഷേ ആരുടെ പേരും ഹൈക്കമാൻഡിന് മുന്നിൽ ഒരു ലീഗ് നേതാവും പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി അടക്കം ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി അടക്കം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മാധ്യമങ്ങളുടെ മുന്നിലും PK കുഞ്ഞാലിക്കുട്ടി കുറിച്ചുള്ള പ്രശ്നം ഇപ്പോൾ ഉന്നയിച്ചല്ലോ. തെരഞ്ഞെടുപ്പിന് ശേഷം പോയതിനെ തെരഞ്ഞെടുപ്പിന് മുൻപ് പോയി, അതും സംഘവേദിയിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടപ്പോൾ വേദന കണ്ടിരുന്നില്ല. വസ്തുതയല്ലേ? തെരഞ്ഞെടുപ്പിന് ശേഷമല്ലേ പോയത്? ഏത് തെരഞ്ഞെടുപ്പിന് ശേഷമല്ലേ പോയത്? 2011 തെരഞ്ഞെടുപ്പിന് ശേഷം VD സതീശൻ ആ വേദിയിൽ പോയത് തെരഞ്ഞെടുപ്പിന് മുൻപാണ് എന്ന് പറഞ്ഞ് പോസ്റ്റ് വന്നു. ഗോൾവാൾക്കറിന്റെ മുന്നിൽ അത് ചാപ്പകുത്താൻ വേണ്ടിയിട്ടായിരുന്നല്ലോ. ഗോൾവാൾക്കറിന്റെ മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്നയാൾ മതേതരവാദിയാണോ? ഈ തോറ്റ കക്ഷികളുടെ വാദം ഇനി എനിക്ക് മാധുവിന്റെ ചോദ്യം. അത് വോട്ട് വാങ്ങാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ആ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഞാനത് ആ വിഷയം നമ്മൾ ചർച്ച ചെയ്തു. പക്ഷെ അതിൽ വസ്തുതാപരമായ ഒരു പിഴവുണ്ടായിരുന്നു. സമ്മതിക്കും. അപ്പൊ അന്നത് അത് വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. അത് വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് അത് ഞാൻ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിച്ച കാര്യം ഞാൻ ക്ലിയർ ആക്കി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുക? സംഘി ചാപ്പയെ കുറിച്ചല്ലേ ചോദ്യം? അതെ അതെ. ഗോൾവാൾക്കറുടെ മുന്നിൽ കുനിഞ്ഞ് നിലവിളക്ക് കൊളുത്തുന്നയാൾ ഒസാമ ബിൻ ലാദന് മുമ്പിൽ പോയി നിങ്ങൾ വിളക്ക് കൊളുത്തില്ലല്ലോ. എന്തായി പറയുന്ന ആ പരിപാടിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തായാലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പലതവണ വിശദീകരിക്കപ്പെട്ടാലും ഒരു കാര്യം നിങ്ങൾക്ക് രാഷ്ട്രീയം പറയുന്നതാണ് ബഹളം. നിങ്ങൾ ഉണ്ടാക്കുന്നത് ബഹളമല്ലേ? സ്ത്രീകൾ സംസാരിക്കുമ്പോൾ മാത്രമേ ബഹളമാവുകയുള്ളൂ. ശരി, എന്റെ ചോദ്യം മധു, ഗോൾവാൾക്കറുടെ മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്നയാൾ മതേതരവാദിയാണ്. അങ്ങല്ലേ കുറച്ച് മുമ്പ് VD സതീശൻ മതേതര ക്രെഡൻഷ്യലുള്ള ആളാണെന്ന് പറഞ്ഞത്? ഇത് പറയൂ. അല്ല, ആണോ? ഇത് പറയൂ. സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കളുടെ മുന്നിൽ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഗോൾവാൾക്കറുടെ മുന്നിൽ നിലവിളക്ക് കൊടുത്തത് മാധു വിട്ടുകളഞ്ഞത് അല്ല. അങ്ങെന്താണ് ഇത് വിട്ടുകളഞ്ഞത്? അങ്ങ് പറയൂ, മതേതരവാദിയാണോ? അല്ല, അല്ലേ? അങ്ങേക്ക് നാളേക്ക് 4 നിലപാടാണെങ്കിൽ അത് അനാവശ്യമായി ഇങ്ങനെ വെറുതെ വാക്കുകൾ വിളിച്ചത് അങ്ങ് പറയരുത്. എങ്കിൽ എന്റെ ചോദ്യം ഇതാ, മതേതര ക്രെഡൻഷ്യലിന്റെ ആളാണ് VD സതീശൻ എന്ന് അങ്ങ് പറഞ്ഞ നാക്കുള്ളിലുള്ളൂ. എന്റെ സ്പെസിഫിക് മതേതരവാദിയായിരിക്കുമോ? ഞാനാണല്ലോ കുറച്ച് ധാർമ്മിക അടുത്തറിയില്ല. കുറച്ച് മുമ്പാണ് പറഞ്ഞത് VD സതീശൻ മതേതരവാദിയാണെന്ന് അങ്ങ് പറഞ്ഞു. എന്നിട്ട് അങ്ങ് തൊട്ടടുത്ത സെന്റൻസിൽ പറയാണ് മതേതരവാദി അല്ല എന്ന്. ഇങ്ങനെ രണ്ട് നിലപാടുകൾ ഒരു നിലപാട് വിഷയത്തിലില്ല. നിലപാടില്ലാത്തത് അങ്ങാണ് കുറച്ച് പറഞ്ഞത് VD സതീശൻ. മുന്നിൽ
നിലവിളക്ക് കൊളുത്തിയാൽ മതേതരവാദിയാണെന്ന് താങ്കൾ പറയാതെ പറയും. അങ്ങ് തൊട്ട് നിങ്ങൾ മുൻപ് താങ്കൾ പറയൂ. സെന്റൻസിൽ പറഞ്ഞത് ഇപ്പോൾ പറയൂ. അങ്ങ് തൊട്ട് ഈ പൊസിഷൻ അങ്ങ് പറയൂ. മതേതര ഇപ്പോൾ പറ. ക്രെഡൻഷ്യലാണോ വി ഡി സതീശൻ? ഇപ്പോൾ പറ. മതേതര എന്റെ ക്രെഡൻഷ്യലാണോ വി ഡി സതീശൻ? എന്റെ അഭിപ്രായത്തിൽ അന്ന് ആ. വി ഡി സതീശൻ ചെയ്തത് മതേതരത്വത്തിന് ഭൂഷണമേ അല്ല. പിന്നെ എങ്ങനെയാണ് തൊട്ട് മുമ്പത്തെ സെന്റൻസിൽ മതേതര ക്രെഡൻഷ്യലുള്ള ആളാകുന്നത് വി ഡി സതീശൻ? വി ഡി സതീശൻ എങ്ങനെയാണ് ആകുന്നത്? കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, ഇവർ 3 പേരുടെയും മതേതര മുഖം കോൺഗ്രസ് പ്രവർത്തകർ വലിച്ചു കീറുന്ന കാഴ്ച എന്നാണ് ഞാൻ അല്ലല്ല, പറഞ്ഞത്. മതേതര എന്റെ ക്രെഡൻഷ്യലുള്ള അഭിപ്രായമല്ല. ആളാണ് വി ഡി എന്റെ സതീശൻ അഭിപ്രായമല്ല. എന്ന് പറഞ്ഞു. അങ്ങയുടെ കേൾക്കൂ, അഭിപ്രായം അത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കോൺഗ്രസ്സുകാർ വലിച്ചു കീറുന്നതിനെ കുറിച്ച് ഞാൻ ഈ പറയുന്നത്. അല്ലല്ല, ഇത് അത് പറയൂ. വി ഡി സതീശനും വി ഡി സതീശൻ എന്താണ് മതേതര അത്? ക്രെഡൻഷ്യലുള്ള ആളാണ്. പറയൂ, പറയൂ. അല്ല, കെ സി വേണുഗോപാൽ മതേതര ക്രെഡൻഷ്യലുള്ള അപ്പോൾ ആളാണ്. ഗോൾവാൾക്കർ- അത് കോൺഗ്രസ്സുകാർ വലിച്ചു കീറുന്നു എന്ന് പറഞ്ഞ വേദനയാണ് ഗോൾവാൾക്കർ- അപ്പോൾ എന്തുകൊണ്ട് അങ്ങ് പറഞ്ഞു? അല്ല, ഗോൾവാൾക്കർ- അതിന് മുൻപ് അങ്ങ് പറഞ്ഞു. ബാബു പറയില്ല. അല്ല, ബാബു പറയില്ല. അങ്ങനെയാണ് പറയാത്തത്. അങ്ങയുടെ അഭിപ്രായത്തിൽ ഗോൾവാൾക്കറിന്റെ മുന്നിൽ എല്ലാം തന്ത്രമാണ്. എല്ലാം തന്ത്രമാണ്. ബാബു പറയില്ല. ബാബു എനിക്കൊരു പറയാനില്ല. ഗോൾവാൾക്കർ ഞാൻ പറയൂ. 2006 അവിടെ പോയതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എന്തിനാണ് നിങ്ങൾ എപ്പോൾ ഒരു മിനിറ്റ് നിങ്ങൾ എന്തിനാണ് ഞാൻ പറയട്ടെ ഞാൻ വിഷയാധിഷ്ഠിതമായിട്ടാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മോശം തള്ളിക്കളയുന്നു. ഓക്കെ, ഇനി ബാബു പറയൂ. അതാണ് ഞാൻ പറഞ്ഞു വരട്ടെ. 2013 ആ ചടങ്ങ് പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 2006 നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ നിരന്തരം പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു സംഘി അനുകൂല നിലപാട് സ്വീകരിക്കുകയും അതുവഴി തിരഞ്ഞെടുപ്പിൽ വോട്ട് നേടുകയും ചെയ്തു എന്ന മുഖ്യമന്ത്രി പോസ്റ്റ് ഇട്ടതാണ് ആ വിവാദങ്ങളുടെ അടിസ്ഥാനം. അതിൽ വസ്തുതാപരമായ പിഴവുണ്ടായി. ആ പോസ്റ്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് വസ്തുതാപരമായ പിഴവുണ്ടായി. അത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് വി ഡി സതീശൻ ആ ചടങ്ങിൽ പങ്കെടുത്തത്. ആ കാര്യം ചൂണ്ടിക്കാണിച്ച് വി ഡി സതീശന് സംഘിച്ചാപ്പ കുത്തിക്കൊടുത്തപ്പോ അങ്ങ് ഇപ്പൊ പറഞ്ഞ മതേതര ക്രെഡൻഷ്യലുള്ള നേതാവിന് സംഘിച്ചാപ്പ കുത്തിക്കൊടുത്തതിൽ വിഷമമില്ലായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. മുന്നിൽ നിലവിളക്ക് കൊളുത്തിയാൽ അത് വി ഡി സതീശനാണെന്ന് പോയത്. അതിൽ എനിക്കെന്താണ്? അങ്ങേക്കാണ് വി ഡി സതീശന്റെ മതേതര ക്രെഡൻഷ്യലിനെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രശ്നമുണ്ടായത്. അപ്പൊ അത് ഇടതുപക്ഷത്ത് നിന്ന് ആ ചോദ്യം ഉണ്ടായില്ല എന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത് അങ്ങയോട്. നിലവിളക്ക് കൊളുത്തിയാൽ മതേതരത്വമാകുമോ മധു? അതെങ്ങനെയാ അവിടുന്നാണോ മതേതരത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്? അടിപൊളി, സൂപ്പർ, എക്സലന്റ്. എനിക്കിത് കേട്ടാ മതി. വെള്ളാപ്പള്ളിക്കെതിരെ വി ഡി സതീശൻ എടുത്ത നിലപാട് അവസരം ഉപയോഗിച്ചു. ആരോപിച്ചിട്ടുണ്ടല്ലോ സഫ്രോൺ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വി ഡി സതീശൻ ഉറവിടം എന്താണെന്ന് അന്വേഷിച്ചാൽ മതി. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വി ഡി സതീശൻ മംഗലാപുരത്ത് പോയത് ഏത് നേതാവിനെ കാണാനാണ്? അത് സെക്യുലർ ക്രെഡൻഷ്യൽസ് ഉള്ള നേതാവിനെ കാണാനാണോ? അതല്ല ബി ജെ പിയുമായി ബന്ധമുള്ള ഒരു നേതാവിനെ കാണാനാണോ? അദാനിയുടെ ഗ്രൂപ്പ് പ്രസിഡന്റ് എന്താ നിങ്ങൾക്ക് തൊടാൻ പറ്റില്ലേ? രാഹുൽ ഗാന്ധി രാജസ്ഥാനിൽ നിങ്ങൾ കൊണ്ടുവന്ന രാജസ്ഥാനിൽ കോൺഗ്രസ് ജയിക്കുന്ന സമയത്ത്, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് രാജസ്ഥാനിൽ അദാനിയുമായിട്ടുണ്ടാക്കിയ കരാർ ഫുൾ പേജ് പരസ്യമായിരുന്നു അല്ലേ? അതിന് രാഹുൽ വിസ്തീർണം നൽകിയിട്ടുണ്ട്. സംസ്ഥാനങ്ങളിൽ ഇത്തരം കരാറൊക്കെ ഉണ്ട്. ഒരു മിനിറ്റ്, കോൺഗ്രസ് അദാനിയുമായി ബന്ധപ്പെട്ട ഒരു അദാനിയും ഒരു അംബാനിയും മാത്രം പോരാ എന്നത് മാത്രമാണ് കോൺഗ്രസ് നിലപാടെന്നാണ് പറഞ്ഞത്. അതായത് അല്ലാതെ അദാനി വേണ്ട എന്നല്ല, അദാനി അംബാനി മാത്രമായിട്ട് ചുരുങ്ങരുത് എന്നാണ് പറഞ്ഞത്. കോൺഗ്രസ് നേതാക്കൾക്ക് അദാനിയുമായിട്ട് ബന്ധമുണ്ടാകരുതെന്നല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്? രാഹുൽ ഗാന്ധി പറഞ്ഞ അതേ സ്ഥലത്തല്ലേ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് അദാനിയുടെ ഗ്രൂപ്പ് പ്രസിഡന്റിനെ പോയി കാണുന്നത് കേരളത്തിലുള്ള പ്രോജക്ട് ഡിസ്കസ് ചെയ്യാനൊന്നും അല്ലല്ലോ. മാത്രം ക്രെഡിറ്റ് കൊടുക്കുന്നത് അതാണ് ഈ പറയുന്ന ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന സംവിധാനമല്ലോ. 102 ഒരു നേതാവിന്റെ തലയിൽ വെച്ചെടുക്കാണ്. ഒരു നേതാവിന്റെ തലയിൽ 102 വെച്ചല്ലേ?
ജനവികാരം നിങ്ങൾ പുതിയ ജനവികാരം വളക്കുന്ന ഉപകരണങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. നേരത്തെ കണ്ടുപിടിച്ചതൊക്കെ ഇപ്പൊ അവിടെ കൊടി പിടിച്ച് വെച്ചിട്ടുണ്ട്. ഫ്ലെക്സ്, പിന്നെ നിങ്ങൾ കണ്ടുപിടിച്ചതൊക്കെ സ്പ്രേ പെയിന്റ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. സാങ്കേതികമായി എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. ഇവിടെ കെ സി വേണുഗോപാൽ മത്സരിക്കാൻ നിന്നാൽ പരാജയപ്പെട്ടു പോകും എന്നുള്ളതാണ് ഭീഷണിപ്പെടുത്തൽ പറയുന്ന ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. ഈ ചർച്ചയിൽ തന്നെ പലരും പറഞ്ഞു കെ സി വേണുഗോപാൽ ആലപ്പുഴയിലെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു പോയ ആളാണ്. മുഖ്യമന്ത്രിയായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ലോക്സഭാ സീറ്റ് നഷ്ടപ്പെട്ടു പോകും, അത് ശോഭാ സുരേന്ദ്രൻ കൊണ്ടുപോകും. അസംബന്ധമാണ്, അങ്ങനെ ഒരു വസ്തുതയില്ല. കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് 6 മാസത്തിനുള്ളിൽ നിയമസഭാംഗമായാൽ മതി. അങ്ങനെ നിയമസഭാംഗമായി 14 ദിവസത്തിനുള്ളിൽ ലോക്സഭാംഗത്വം രാജിവെച്ചാൽ മതി. എന്ന് വെച്ചാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയാവുന്ന കെ സി വേണുഗോപാലിന് അടുത്ത 6 മാസത്തേക്ക് നിയമസഭാംഗം ആകാതെയും തുടരാം, ലോക്സഭാംഗം എന്ന നിലയിലും തുടരാം. 60 ദിവസം 30 ദിവസം കൂടുന്ന സമയത്ത് ഒരു എക്സ്റ്റൻഷൻ വാങ്ങിച്ചാൽ മാത്രം മതി. നമ്മുടെ മുന്നിൽ ചരിത്രമുണ്ട്, അതും കൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം. ഹൈക്കമാൻഡ് കണക്കിലെടുത്തത് ഈ കള്ളപ്രചരണമാണ്. കേരളത്തിൽ അടുത്ത കാലത്ത് നടത്തിക്കൊണ്ടുന്ന ഏറ്റവും വലിയ കള്ളപ്രചരണമാണ്. കെ സി വേണുഗോപാൽ ലോക്സഭാ സീറ്റ് ശോഭാ സുരേന്ദ്രന് കൊടുക്കാൻ പോകുന്നു, BJP സീറ്റ് കൊടുക്കാൻ പോകുന്നു. BJP ഡീലാണെന്നത് വരെ ഈ പറയുന്ന ഒരു വിഭാഗം ആളുകൾ എംപിക്ക് മുഖ്യമന്ത്രിയെ വർക്ക് ചെയ്യാൻ ചരിത്രമുണ്ട്. ഒഡീഷയിലെ ഗിരിധർ ഗമാങ്, പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും, 1999 ഗിരിധർ ഗമാങ്ങിനെ ഒഡീഷയിലെ മുഖ്യമന്ത്രിയായിട്ട് 1999 ഫെബ്രുവരിയിൽ തീരുമാനിക്കുന്നു. അന്ന് അദ്ദേഹം ആരാ? അദ്ദേഹം അന്ന് കോൺഗ്രസിന്റെ ലോക്സഭയിലെ MP, ഒഡീഷയിൽ നിന്നുള്ള ഗിരിധർ ഗമാങ്. എന്താ സംഭവിച്ചത്? 1999 ഏപ്രിൽ മാസം വാജ്പേയി സർക്കാർ 13 മാസത്തെ ഭരണത്തിന് ശേഷം അവിശ്വാസ പ്രമേയം നേരിടുന്നു. അവിശ്വാസ പ്രമേയം നേരിടുമ്പോൾ ഒരൊറ്റ വോട്ട്, ആരുടെ വോട്ടാ? ഈ പറയുന്ന ഗിരിധർ ഗമാങ്ങിന്റെ വോട്ട് 269ഉം 270ഉമായി മാറുന്നു. 13 മാസത്തെ ഭരണം അവസാനിപ്പിച്ച് വാജ്പേയിയെ പുറത്താക്കിയത് അന്ന് ഒഡീഷയുടെ മുഖ്യമന്ത്രിയായി 2 മാസം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഗിരിധർ ഗമാങ് ലോക്സഭയിൽ എത്തിക്കൊടുത്ത വോട്ട്. ദാറ്റ് ഈസ് വാലിഡ്. 6 മാസം വരെ, അതായത് നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട് 14 ദിവസം വരെ നിങ്ങൾക്ക് MP എന്ന നിലയിൽ തുടരാം. ഇതാണ് വസ്തുത. എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ കെ സി വേണുഗോപാൽ വന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്താൽ 6 മാസത്തിനുള്ളിൽ മാത്രം ആലപ്പുഴയിലോ ഇരിക്കൂറിലോ എവിടെയെന്ന് വെച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. അവിടെ ജയിക്കുമോ നോക്കുമോ എന്നുള്ളത് കെ സിയുടെ മിടുക്ക്. ഇനി തോക്കുക എന്ന് കരുതുക. കെ സി വേണുഗോപാൽ അവിടെ തോറ്റാൽ CM സ്ഥാനം രാജിവെക്കേണ്ടി വരും. പക്ഷേ പകരം അദ്ദേഹത്തിന് എവിടെ പോവാം? അദ്ദേഹത്തിന് ലോക്സഭ MP ആയി തുടരാം. ഇനി അതല്ല, ഇവിടെ വിജയിച്ചു കയറിയാലോ? വിജയിച്ചു കയറിയാൽ അടുത്ത 6 മാസത്തിനുള്ളിലേ ഇലക്ഷൻ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 1 വർഷമെടുക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ. ഈ ആലപ്പുഴ അദ്ദേഹം വിജയിച്ചു വരുന്ന സാഹചര്യത്തിൽ കള്ളപ്രചരണം കൊണ്ടാണ് ഈ പറയുന്ന എല്ലാ വാദങ്ങളും ഉയർത്തിയിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പൊളിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് എനിക്ക് 2 വാദങ്ങളേ ഉള്ളൂ. ഒന്ന്, ജനവികാരം അളക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ കരുത്തിലും ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ ശബ്ദത്തിലുമാണ്. അതല്ലാതെ തെരുവിൽ കാണുന്ന ഫ്ലെക്സുകളുടെയും സ്പ്രേ പെയിന്റുകളുടെയും രൂപത്തിലല്ല ജനവികാരത്തെ അളക്കുന്നത്. അങ്ങനെ ഒരു മെഷീന് സാധുതയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രകടനം നടത്തിയ മെഷീന് ശേഷം ഇവിടെ VS മത്സരിച്ച ഒരു ഓർമ്മയുണ്ടല്ലോ അല്ലേ? അത് MLA സ്ഥാനത്തില, മുഖ്യമന്ത്രി സ്ഥാനത്തില എവിടെയും വിശ്വാസം സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ജനകീയ പ്രതിഷേധം എനിക്ക് മനസ്സിലായി, ജനകീയ പ്രതിഷേധമാണ്. ഇതിനേക്കാൾ വലിയ ജനകീയ പ്രതിഷേധമൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുന്നവരാണ് കെ സിയും രമേശ് ചെന്നിത്തലയൊക്കെ. നടത്തട്ടെ, എന്താ നടത്താൻ തടസ്സം? Meet the editors.